إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അയൽവാസിയെ പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതിനു വേണ്ട നന്മയുടെ ബന്ധവിശുദ്ധിയും പുണ്യകർമ്മങ്ങളുടെ മാർഗങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയിട്ടുള്ള ഉപദേശം വസിയ്യത്തിൽ അനന്തര സ്വത്തിൻ്റെ വിഹിതം വരെ അയൽവാസിക്ക് വേണ്ടി മാറ്റിവെക്കുമോ എന്ന ചിന്ത ആ വിഷയത്തിൻ്റെ ഗൗരവം ഉണർത്തുന്നതാണ്. അതേപോലെ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അത് അറിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് രാവ് കഴിച്ചു കൂട്ടുന്നവൻ വിശ്വാസി അല്ല എന്ന പ്രവാചക വചനം. അതുപോലെ തന്നെ പരോപകാരത്തിൻ്റെ വ്യത്യസ്ത നന്മകൾ, മതിൽ പണിയുകയാണെങ്കിലും അയൽവാസിയോട് ചോദിക്കണം. സ്ഥലം വിൽക്കുന്ന സമയത്തും അയൽവാസിയുടെ ഒരു അനുവാദം, ഒരർഹത, ഒരു പരിഗണന കൊടുക്കണം, നൽകണം. അതേപോലെ തന്നെ തൻ്റെ മതിലിൽ മരക്കഷ്ണമാണ് ചാരി വെക്കാൻ അയൽവാസി പെർമിഷൻ ചോദിക്കുന്നതെങ്കിൽ അത് നീ കൊടുത്തുകൊള്ളണം. അഥവാ അയൽവാസിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടുമുറ്റ പരിസരങ്ങളിൽ ഉണ്ടാകണം, ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഭക്ഷണമടക്കമുള്ള പാരിതോഷികങ്ങൾ, സമ്മാനം പങ്കുവെക്കുന്നിടത്ത് നീ മുന്നിൽ നിൽക്കണം. അയൽവാസി രോഗിയാകുമ്പോൾ സന്ദർശിക്കുകയും മരണാനന്തര ക്രിയകളിൽ ഭാഗവാക്കാകുകയും ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഇടം കൊടുക്കുകയും ചെയ്യണം. അയൽവാസിയുടെ നേട്ടങ്ങളിൽ നീ അഭിനന്ദനം നൽകുകയും പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്യണം. ഇത്യാദി കാര്യങ്ങളൊക്കെ അയൽവാസിയോട് ഒരു മുസ്ലിമായ അയൽവാസി എന്ന നിലക്ക് നിർവഹിക്കേണ്ട നന്മകളായി നമ്മൾ പറഞ്ഞു വെച്ചു. ഇങ്ങനെ അയൽപ്പക്ക ബന്ധത്തിൻ്റെ പരിഗണനയെ, അതിൻ്റെ സ്നേഹബന്ധത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിവിധ മാർഗങ്ങളിലൂടെ കൊണ്ടുപോകുന്ന ഇസ്ലാം അയൽപ്പക്ക ബന്ധങ്ങളിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അയൽവാസിയെ അവഗണിക്കാൻ പാടില്ല.
അയൽവാസിയോട് അക്രമ, അന്യായ, അകൽച്ച, അധർമ്മ, അനാശാസ്യങ്ങൾ ഒരു നിലക്കും നിർവഹിക്കുവാനും ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന വിഷമങ്ങൾ ഉണ്ടാക്കുവാനും പാടില്ല എന്നത് പങ്കുവെക്കുകയാണ്, അറിയിക്കുകയാണ്. അത്തരം തിന്മകളെ നിരുപാധികം ഇസ്ലാം തടയുകയും വിലക്കുകയും ചെയ്യുന്നു. പുതിയ കാലത്ത് നമുക്കറിയാം, പല അയൽപ്പക്ക ബന്ധങ്ങളിലും വിഷയങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞാൽ പറയും, അവർ ഞങ്ങളോട് ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഈ വിഷയമൊന്ന് നിങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന്. ഉപകാരമാണ് ഒരു മുസ്ലിം അയൽപ്പക്ക ബന്ധത്തിൽ, അയൽപ്പക്ക ജീവിതത്തിൽ. കുടുംബമാകുന്ന അയൽപ്പക്കങ്ങൾ ഉണ്ടാകും, കുടുംബമല്ലാത്ത അയൽവാസികൾ ഉണ്ടാകും, മുസ്ലിമീങ്ങൾ വിശ്വാസികളാകുന്ന അയൽവാസികൾ ഉണ്ടാകും, വിശ്വാസികളല്ലാത്ത സഹോദര സമുദായത്തിൽപ്പെട്ട അയൽവാസികൾ ഉണ്ടാകും, തൊട്ടടുത്തുള്ള അയൽപ്പക്കങ്ങൾ, അകലെയുള്ള അയൽപ്പക്കങ്ങൾ. ഇങ്ങനെ അയൽപ്പക്ക ജീവിതത്തിന്റെ ഏത് ബന്ധങ്ങളിലായിരുന്നാലും അതിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള വാക്കാണ് ഉപകാരമൊന്നും അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും ഉപദ്രവമില്ലാത്ത സമാധാനപൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടായാൽ മതി, അതേ ഞങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ എന്ന അവഗണനയും പ്രയാസങ്ങളും ഒരു മുസ്ലിം അയൽവാസിയെ സംബന്ധിച്ച് മുസ്ലിമായ അയൽവാസിക്കോ മുസ്ലിമല്ലാത്ത അയൽവാസിക്കോ മുസ്ലിം അയൽവാസികളെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം അയൽവാസികൾ നമ്മിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുകയാണ് എങ്കിൽ മതപരമായി വലിയ പ്രയാസമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതകീയ ജീവിതത്തിന്റെ അനുഷ്ഠാന മുറകളുടെ ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപദ്രവം പല വിധത്തിലാണ്. നാവ് കൊണ്ടാകാം, കൈകൊണ്ടാകാം, അതേപോലെ തന്നെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഉപദ്രവങ്ങളൊക്കെ ചെയ്യും. സാമ്പത്തികമായ ഇടപാടുകൾ അയൽപ്പക്ക ജീവിതത്തിൽ വേണ്ടി വരും. അവസാനം കടം കൊടുത്തതിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും, മാനഹാനിക്ക് വിധേയമാകുന്ന അവസ്ഥയുണ്ടാകും. ഉണ്ടാകാൻ പാടില്ല. 5000 വാങ്ങി എന്ന് വിചാരിച്ച് ഞാനിവിടെ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നാവുകൊണ്ട് പരദൂഷണവും ഏഷണിയും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ശബ്ദ കോലാഹലങ്ങൾ നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ അതിര് തർക്കങ്ങൾ, അയൽവാസിയുടെ പറമ്പോ സ്ഥലമോ ഒക്കെ അന്യായമായിട്ട് കൈവശപ്പെടുത്തുന്ന അവസ്ഥകൾ, അതേപോലെ തന്നെ മാലിന്യം നിക്ഷേപിക്കൽ, ഇങ്ങനെ പല വിധത്തിലായിട്ട് അയൽപ്പക്ക ബന്ധങ്ങളിൽ പ്രയാസം സൃഷ്ടിക്കുന്ന ആളുകൾ, ഉപദ്രവമുണ്ടാക്കുന്ന ആളുകളുണ്ട്. നാവ് കൊണ്ട്, ശരീരം കൊണ്ട്, ഇടപാട് കൊണ്ട്, സഹവാസം കൊണ്ടൊക്കെ ഉപദ്രവമുണ്ടാക്കുന്ന ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പറഞ്ഞതിലെ ഒന്നാമത്തെ വിഷയത്തിൽ അന്ത്യദിനത്തിലും അള്ളാഹുവിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറുഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫലാ യുഅ്ദി ജാറുഹു, അവൻ അവന്റെ അയൽവാസിയെ ജാറഹു ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നാണ്. അന്ത്യദിനത്തിലും പടച്ച റബ്ബിലും വിശ്വസിക്കുന്നവരുടെ ഗുണമാണ് തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും പടച്ച റബ്ബിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയുക്രിം വൈഫ, അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും പടച്ച റബ്ബിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവൻ മൗനം ദീക്ഷിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ, സംസാരിക്കാതിരിക്കട്ടെ. ഔലിയസ്കുത്, മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഖൈർ, നന്മ പറയട്ടെ എന്നാണ്. നന്മ പറയുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ 3 വിഷയങ്ങളും അന്ത്യദിനത്തിലും പടച്ച റബ്ബിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ വിശ്വാസം തെളിയിക്കേണ്ട 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഫലാ യുഅ്ദി ജാറഹു, അയൽവാസി തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ. ഈ മറ്റൊരു ഹദീസിൽ അൻ നബി ശുറൈഹിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഈ പറയാൻ പോകുന്ന ഹദീസിൽ നിഷേധാത്മകമായ ഉപദേശം പ്രവാചകൻ നൽകുകയാണ്. ആ ശൈലിയിൽ, നിഷേധാത്മകമായ ശൈലിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. പ്രവാചകൻ ഒരേ രൂപത്തിൽ 3 തവണ ആവർത്തിച്ചു പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, അവൻ വിശ്വാസിയാവുകയില്ല, അവൻ വിശ്വസിക്കുന്നില്ല, അവൻ വിശ്വസിക്കുന്നില്ല, അവൻ വിശ്വസിക്കുന്നില്ല. സഹാബികൾ ചോദിച്ചു, ഖീല വമൻ യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ ദൂതരെ ആരാണ് അവിശ്വാസിയായി തീരുന്നത്, വിശ്വാസിയല്ലാതായി തീരുന്നത് ആരാണ് റസൂൽ എന്ന് ചോദിച്ചപ്പോ നമ്മൾ വിചാരിക്കുന്ന അവിശ്വാസിയായി തീരുന്ന പല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ പറയാ, ഖാലല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു ലാ യഅ്മനു ജാറുഹു, അയൽവാസി നിർഭയനായി തീരുന്നില്ല, സുരക്ഷിതനായി തീരുന്നില്ല, ബവായിഖഹു, അവന്റെ ഉപദ്രവത്തിൽ നിന്ന്, ആരുടെയെങ്കിലും ഉപദ്രവത്തിൽ നിന്ന്, ശാരീരിക മാനസികമായ ഉപദ്രവങ്ങൾ, മറ്റുള്ള ഉപദ്രവങ്ങൾ ഏതൊക്കെയുണ്ടോ അതിൽ നിന്ന് തന്റെ അയൽവാസി തന്നെ സംബന്ധിച്ച് നിർഭയനല്ല എങ്കിൽ, സുരക്ഷിതനല്ല എങ്കിൽ ലാ യുഅ്മിനു, അവൻ വിശ്വാസിയായിട്ടില്ല എന്നാണ്. ഈമാൻ കാര്യങ്ങൾ 6 ചൊല്ലിപ്പറഞ്ഞത് കൊണ്ട് പൂർത്തിയാവൂല. ഇസ്ലാം കാര്യങ്ങൾ 5 നിർവഹിച്ചത് കൊണ്ടും പൂർത്തിയാവുകയില്ല. കാരണം എന്താണ്? പൂർത്തിയാകണമെങ്കിൽ അയൽവാസിയുമായി ബന്ധപ്പെട്ട വിഷയം വ്യക്തമാകണം, അതിൽ നല്ല നിലപാട് സ്വീകരിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ നരക പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അയൽവാസിയുടെ കടപ്പാടുകളെയും അയൽവാസികളുമായുള്ള സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യദ്ഖുലുൽ ജന്നഹ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നേരത്തെ പറഞ്ഞ ഹദീസിൽ വിശ്വാസിയാവുകയില്ല എന്നാണ്. ഈ ഹദീസിൽ പ്രവാചകൻ പറയുന്നു ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. സ്വർഗ വഴിക്കാണല്ലോ നമ്മുടെ ഇസ്ലാമിക ജീവിതം, നമ്മുടെ ഈമാൻ കാര്യങ്ങൾ, നമ്മുടെ അനുഷ്ഠാന മുറകൾ എങ്കിൽ പ്രവാചകൻ പറയാ മല്ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, ആരുടെ ഉപദ്രവത്തിൽ നിന്നാണോ അയൽവാസി സംരക്ഷിതനായി തീരാത്തത് എങ്കിൽ, അയൽവാസി നമ്മെ തൊട്ട് സുരക്ഷിതനല്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പൊ സ്വർഗത്തിന്റെ കണ്ടീഷൻ കിടക്കുന്നത് അയൽവാസിയുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ കൺവിൻസ്ഡ് ആകണം, ബോധ്യം വരണം നമുക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള പരാതി വരികയാണ്. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും തഹജ്ജുദിന്റെയും വിഷയമൊക്കെ പറഞ്ഞുകൊണ്ട് സഹാബികൾ പറയാ, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല നബി, പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്ന ഫുലാന, ഒരു പെണ്ണുണ്ട്, ഒരു സഹോദരിയുണ്ട്, തഖൂമുൽ ലൈല, അവൾ രാത്രി നമസ്കാരം നിർവഹിക്കും, വതസൂമുൻ നഹാറ, പകലിൽ നോമ്പനുഷ്ഠിക്കാറുമുണ്ട്, വതഫ്അൽ വതസദ്ദഖ്, അവള് പുണ്യകർമ്മവും അതേപോലെ തന്നെ ദാനധർമ്മവും ഒക്കെ നിർവഹിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട് റസൂലേ, വതുഉദി ജീറാനഹാ, അവരുടെ അയൽവാസികൾക്ക് അവളെ കൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്, വിശിഷ്യാബിലിസാനിഹാ, അവളുടെ നാവുകൊണ്ട് അയൽവാസികൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രതികരിക്കുകയാണ്, ലാ ഖൈറ ഫീഹാ, അവളിൽ യാതൊരു നന്മയുമില്ല. അവൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാകാം, നോമ്പ് നോൽക്കുന്നുണ്ടാകാം, പല ധർമ്മങ്ങളും നിർവഹിക്കുന്നുണ്ടാകാം, പക്ഷേ അയൽവാസിയോട് അപമര്യാദയായി സംസാരിക്കുന്നു, പെരുമാറുന്നു, പ്രയാസമുണ്ടാക്കുന്നു എന്ന് അവസാനത്തിൽ സഹാബികൾ അറിയിച്ചപ്പോ ഒറ്റടിക്ക് പ്രവാചകൻ പറയാണ് ലാ ഖൈറ ഫീഹാ, എങ്കിൽ നിർവഹിക്കുന്ന അനുഷ്ഠാന മുറകളുടെ ആത്യന്തിക ഫലവും നന്മയും അവളുടെ ജീവിതത്തിലില്ല. ഹിയ മിൻ അഹ്ലിൻ നാർ, ഇൻഫോം ഹർ, അവളെ അറിയിക്കണമെന്നാണ്. ഷീ വിൽ ബി ഇൻ ഹെൽഫയർ എന്നാണ്, അവൾ നരകത്തിലാണ് എന്ന് അവൾ അറിയിച്ചു കൊള്ളുക, വിവരം കൈമാറുക എന്ന്. ഖാലു, അപ്പൊ സഹാബികൾ പറഞ്ഞു, വ ഫുലാന, മറ്റൊരു സഹോദരിയുണ്ട്, തുസല്ലി, അവൾ നമസ്കരിക്കും, അൽ മക്തൂബ, ഐച്ഛിക നമസ്കാരമൊക്കെ കുറവായിരിക്കും, നിർബന്ധ നമസ്കാരം നിർവഹിക്കുകയുള്ളൂ, വതസദ്ദഖ് ബി അസ്വാരിൻ, ഉണങ്ങിയ വെണ്ണയുടെ പാൽക്കട്ടി ധർമ്മം നിർവഹിക്കാറുണ്ട്, കൊടുക്കാറുണ്ട് അയൽവാസികൾക്കും ആവശ്യക്കാർക്കും, വലാ തുദി അഹദൻ, ഒരാളെയും പ്രത്യേകിച്ച് അയൽവാസി അടക്കം അവൾ ഉപദ്രവിക്കാറില്ല, പ്രയാസപ്പെടുത്താറില്ല. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ് എന്ന് പറയാൻ. കാരണം എന്താണ്? അനുഷ്ഠാന കർമ്മങ്ങൾ കുറച്ച് കുറഞ്ഞാലും അനുഷ്ഠാന കർമ്മങ്ങളുടെ ആത്യന്തിക ഫലമായുള്ള മനുഷ്യ ബന്ധങ്ങളിലെ അയൽപക്ക ബന്ധങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ കണക്കാക്കിയത് കൊണ്ട് സ്വർഗം നേടിയെടുത്ത സഹോദരി. എന്നാൽ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുകയും ആ ബന്ധത്തിൽ നിന്ന് കിട്ടേണ്ട മനുഷ്യ ബന്ധങ്ങളിലെ അയൽപക്ക ബന്ധങ്ങളിൽ വീഴ്ച വരുത്തുകയും ചെയ്തപ്പോ അനുഷ്ഠാന കർമ്മങ്ങൾ നഷ്ടപ്പെട്ട് നരകത്തിൽ പതിക്കേണ്ട ഗതികേട് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അയൽപക്ക ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അയൽവാസികൾ കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടവരാണ്, തൊട്ടടുത്തുള്ളവരാണ് എന്ന യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകണം. അതിനാൽ തന്നെ സമാധാനവും അസമാധാനവും ഒക്കെ അയൽപക്ക ജീവിതത്തിൽ ഉണ്ടാകുന്നത് മറ്റുള്ള ആർക്കും പ്രയാസം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ
അയൽവാസികൾക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുക. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ നേരം പുലരുമ്പോഴും രാവാകുമ്പോഴും ഏത് സമയത്തും ആവശ്യമുള്ളവരാണ് അയൽവാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഒതുക്കി തീർക്കാൻ കഴിയണം. വിനയം കാണിക്കാൻ, വിട്ടുവീഴ്ച കാണിക്കാൻ, ക്ഷമ കാണിക്കാൻ കഴിയണം. അതിൽ വിശ്വാസിയുടെ നിലപാട് ഇങ്ങോട്ട് ഉപദ്രവം ഉണ്ടായാൽ പോലും അങ്ങോട്ട് വളരെ മാന്യമായി ഇടപെടുക എന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ സമീപനം. അയൽവാസി ചീത്തയാണെങ്കിൽ ഞാനും അതേപോലെ തന്നെയാണ്. ഈ നിലപാടല്ല അവനൊന്നു പറഞ്ഞാൽ ഞാൻ രണ്ട് പറയും എന്ന രൂപത്തിലല്ല. അവനൊന്നു പറഞ്ഞാൽ ഞാൻ സംയമനം പാലിക്കും. അവന് മോശമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ നല്ലതേ പറയുകയുള്ളൂ. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽപ്പക്ക സംസ്കാരം. പ്രവാചകന് മദീനയിലെ പ്രവാചകന്റെ വീടിനടുത്ത് ജൂതയായ ഒരു അയൽവാസി പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ പരിപാടി പ്രഭാതമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയമായി കഴിഞ്ഞാൽ വഴിയിൽ ഉപദ്രവങ്ങൾ, മാലിന്യങ്ങൾ, ചീത്ത വസ്തുക്കൾ, ചീഞ്ഞ വസ്തുക്കളൊക്കെ വഴിയിൽ കൊണ്ടുപോയി പ്രവാചകന് പ്രയാസമുണ്ടാക്കൽ ഹോബിയാക്കി തീർത്ത മദീനയിൽ ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, വഴിയിൽ യാതൊന്നും കാണുന്നില്ല. പ്രവാചകൻ ചോദിച്ചു, എവിടെ പോയി? ആ സഹോദരിയെ കാണാനില്ലല്ലോ, ഇന്ന് യാതൊരു ഉപദ്രവമില്ലല്ലോ എന്ന്. ഫഖാലന്നാസ്, അപ്പം മനുഷ്യര്, ജനങ്ങൾ, ആളുകൾ പറഞ്ഞു, ഹിയ മരീള അസാബത്തുൽ മറദ്, പ്രവാചകരെ അവൾ അസുഖബാധിതയാണ്, അവൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് പ്രവാചകരെ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസാറൻ നബിയ്യ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാറൻ നബിയ്യു, പ്രവാചകൻ സന്ദർശിച്ചു ജൂതയായ ആ പെണ്ണിനെ. മധുര പ്രതികാരം എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഉപദ്രവിച്ച ജൂത വനിതയെ വീട്ടിൽ ചെന്ന് രോഗിയായിരിക്കെ ചെന്ന് സന്ദർശിക്കുകയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി, 4 മദ്ഹബുകളിൽ പ്രഗത്ഭനായ ഇമാം അബൂ ഹനീഫ, അദ്ദേഹത്തിന് മദ്യപാനിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. മദ്യപിച്ച് ലക്കുകെട്ട് അദ്ദേഹം ഇങ്ങനെ പാടുമായിരുന്നു, അല്ലാഊനി എന്നവർ നശിപ്പിച്ചിരിക്കുന്നു. ഏതൊരു ചെറുപ്പക്കാരനെയാണ് അവർ നശിപ്പിച്ചു കളഞ്ഞത്, പരിഗണിക്കപ്പെടാതെ പോയത് എന്ന അർത്ഥത്തിൽ. അങ്ങനെ മദ്യം കഴിച്ച് പാടി അയൽവാസിയായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് പലപ്പോഴും പ്രയാസമുണ്ടാക്കിയിരുന്ന അയൽവാസിയെ ഒരു ദിവസം അബൂ ഹനീഫ വീട്ടിൽ വന്നപ്പോൾ കാണാനില്ല. ഒച്ചപ്പാടുകൾ കേൾക്കുന്നില്ല, പ്രയാസങ്ങളും അലോസരങ്ങളും ഉണ്ടാകുന്നില്ല. ചെന്ന് നോക്കിയപ്പോ അവിടെ അയൽവാസിയില്ല, ചെറുപ്പക്കാരനില്ല. അന്വേഷിച്ച സമയത്ത് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മറ്റയൽവാസികൾ പറയാ. കാരണം എന്താ? പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന്, ഇനി നിങ്ങൾ സുരക്ഷിതനാണ് എന്ന്. പക്ഷേ ഇമാം അബൂ ഹനീഫ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ, അങ്ങനെ പോയപ്പോ പോലീസ് സ്റ്റേഷനിൽ എത്തി ചോദിക്കാൻ, എൻ്റെ ഒരു അയൽവാസി ഇവിടെ ഉണ്ടോ എന്ന്. നിങ്ങൾ എന്തിനാ, നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകൂല, ഇവിടെ കൊടുന്നാക്കിയിട്ടുണ്ട് എന്ന്. ഞാൻ പരാതി പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വന്നത് ജാമ്യത്തിന് വേണ്ടിയാണ്, പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അയൽവാസിയോട് എനിക്ക് ചില കരുതലും കടപ്പാടുമുണ്ട് എന്ന് അവർ വരെ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഈ മദ്യപാനിയായ മനുഷ്യൻ പറയാൻ, ആരും എന്നെ പരിഗണിക്കാതെ ഒന്നുമല്ലാതായി തീരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്രമേൽ പ്രയാസം താങ്കൾക്ക് ഉണ്ടാക്കിയിട്ടും താങ്കൾ വല്ലാത്ത കരുതലാണല്ലോ എന്നോട് കാണിച്ചത് എന്ന് ആ മനുഷ്യൻ പറയുകയും മദ്യപാനം അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന ചരിത്രം. ഇത് അയൽപ്പക്ക ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിവേകം പാലിക്കണം. ഒരു കാര്യത്തിൽ ഏത് നിലപാട് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയണം. ഒരു വിശ്വാസി ഒരു മാളത്തുനിന്ന് 2 തവണ പാമ്പ് കടിക്കൂല എന്ന് വെച്ച് മാന്യമായ രൂപത്തിലാക്കി തീർത്താൽ, തിന്മയെ നന്മ കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ, തെറ്റുകളോട് തെറ്റാം പക്ഷേ തെറ്റുകാരോട് തെറ്റാതിരിക്കുന്ന ഇസ്ലാമിക തസ്കിയത്തിന്റെ ദഅവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കാഴ്ചപ്പാടോടെ നീങ്ങിക്കഴിഞ്ഞാൽ മാറ്റമുണ്ടാകുമെങ്കിൽ ഇത് പ്രയോഗിക്കണം. കാരണം അത് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന ഗുണമാണ്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 134-ാം സൂക്തത്തിൽ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ചെലവഴിക്കുന്നവരാണ് വിശ്വാസികൾ. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം അടക്കിപ്പിടിക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. ആ മാപ്പ് കൊടുക്കപ്പെടേണ്ടവരിൽ ഏറ്റവും പരിഗണനയും അർഹതയുമുള്ളത് അയൽപ്പക്ക ജീവിതത്തിലാണ് എന്നാണ്. അതാണ് മുൻഗാമികൾ പ്രവാചകനടക്കം കാണിച്ചത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെ സുഹൃതം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 96-ാമത്തെ ആയത്തിൽ, ഇദ്ഫഅ ബില്ലതീ അഹ്സനി സയ്യിഅ, തിന്മയെ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നീ പ്രതിരോധിക്കേണ്ടത് എന്ന് പറയാ. സൂറത്ത് ഫുസ്സിലത്ത് 34-ാമത്തെ ആയത്തിൽ, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതീ അഹ്സൻ, ഒരു തിന്മയെ, ഒരു അധർമ്മത്തെ നീ നന്മ കൊണ്ട്, ധർമ്മം കൊണ്ടായിരിക്കണം, പക്വത കൊണ്ട്, വിവേകം കൊണ്ട്, വിട്ടുവീഴ്ച കൊണ്ടായിരിക്കണം നീ നേരിടേണ്ടത് എന്ന് പറയാ.
അതിന്റെ അർത്ഥം എന്താ? ഈ ആയത്തുകൾ മുൻഗാമികൾ പാരായണം ചെയ്യുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സങ്കീർണമായ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ, അനുഭവങ്ങളിൽ ഈ ആയത്തുകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ, അയൽപ്പക്ക ബന്ധങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആയത്തുകൾ ഓർമ്മിച്ചുകൊണ്ട് ഉയർന്ന നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അയൽപ്പക്ക ബന്ധത്തിൽ നമ്മൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, അനാശാസ്യം, അധർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, അയൽവാസികളോട് ചെയ്യുന്ന തിന്മകൾ, അനാശാസ്യങ്ങൾ, മൂല്യച്യുതികൾ, അധർമ്മങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മകളെക്കാളും കുറ്റകരമാണ്, ഗൗരവതരമാണ് എന്നാണ്. അൻ അബ്ദുല്ലാ ഖാല സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ചോദിക്കുകയാണ് സഹാബികളോട്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അയ്യു ദൻബി അഅ്ലമു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ പാതകമാകുന്ന പാപം ഏതാണ് എന്ന് അറിയുമോ? ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദാ വഹുവ ഖലഖക, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കെ ആ റബ്ബിന് നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കലാണ്. ഖുൽതു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പറഞ്ഞു, ഇന്ന ദാലിക ലഅദീം, റസൂലേ ശരിയാണ് റസൂലേ, അത് വലിയ പാതകമാണ് എന്ന്. ഞാൻ ചോദിച്ചു പ്രവാചകനോട്, സുമ്മ അയ്യ്, പിന്നെ ഏതാണ് എന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ പറഞ്ഞു, വഅൻ തഖ്തുല വലദക തഖാഫു അൻ യതഅമ മഅക, നീ പട്ടിണി പേടിച്ചുകൊണ്ട് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ട മക്കളെ കൊന്നുകളയലാണ് എന്നത് പുതിയ കാലം നമുക്കറിയാം. വിശദീകരിക്കേണ്ടതാണ്, വിശദീകരിക്കുന്നില്ല. പക്ഷെ ആലോചിക്കണം, നമ്മൾ പട്ടിണി പേടിച്ച് മക്കളെ കൊന്നുകളയൽ. പിന്നീട് വീണ്ടും അബ്ദുള്ള ചോദിക്കുകയാണ്, ഖുൽതു സുമ്മ അയ്യി, പിന്നെ ഏതാണ് റസൂലേ എന്ന്. ഖാല, ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ് വലിയ പാതകം എന്ന് പറയുന്നത്. വിശ്വാസവഞ്ചന അയൽപ്പക്ക ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കൂടി മനസ്സിരുത്തി കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഒന്നുകൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അനിൽ മിഖ്ദാദ് ഇബ്നു അംർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി, പ്രവാചകൻ തന്റെ അനുചരന്മാരോട് ചോദിച്ചു, മാ തഖൂലൂന ഫി സിന, വ്യഭിചാരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഖാലു, സഹാബികൾ പറഞ്ഞു, ഹറാമുൻ, പ്രവാചകരെ അത് നിഷിദ്ധമാണല്ലോ. ഹറമഹുല്ലാഹു വറസൂലു, അല്ലാഹും അവിടുത്തെ പ്രവാചകനും അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് ഹറാമാണ്, നിഷിദ്ധമാണ് റസൂലേ എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് പ്രവാചകൻ അവരെ പഠിപ്പിച്ചു, പ്രതികരിച്ചു, പങ്കുവെച്ചു കൊടുക്കുകയാണ്. ലിഅൻ യസ്നിയ റജുലു ബിഅശ്രി നിസ്വ, ഒരു മനുഷ്യൻ 10 സ്ത്രീകളുമായി വ്യഭിചാരം നടത്തൽ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിഇംറാഅത്തി ജാരിഹി, അയൽപ്പക്കത്തുള്ള തന്റെ അയൽവാസിയായ ഭാര്യയോട്, പെണ്ണിനോട് വ്യഭിചാരം നടത്തുന്നത് അതല്ലാത്ത 10 സ്ത്രീകളുമായി വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ ലഘുവായ, പിന്നെ ഏറ്റവും ഗൗരവമുള്ളതാണ് എന്ന്. അയൽപ്പക്കത്തുള്ള അയൽവാസിയായ ഭാര്യയെ വ്യഭിചരിക്കൽ പുറത്തുള്ള 10 സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിനേക്കാളും ഗൗരവതരമായതാണ് എന്ന്, 10 ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന്. അതിന്റെ ഗൗരവം. വിശ്വാസവഞ്ചന, അമാനത്ത്, ധർമ്മച്യുതി അയൽപ്പക്ക ജീവിതത്തിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്ന നിഷ്കർഷ പ്രവാചകൻ അറിയിക്കുകയാണ്. മാ തഖൂലൂന ഫി സരിഖ, പിന്നെ മോഷണത്തെ കുറിച്ച് സഹാബികളെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഖാലു, അപ്പൊ അവര് പറഞ്ഞു, ഹറംനല്ലാഹു വറസൂലു, അല്ലാഹുവും റസൂലും അത് ഹറാമാക്കി, നിഷിദ്ധമാക്കിയിരിക്കുകയാണല്ലോ. ഫഹിയ ഹറാം, അത് നിഷിദ്ധമാണ് റസൂലേ എന്ന്. ഖാല, റസൂൽ പറയാ, ലിഅൻ യസ്രിഖ അർറജുലു മിൻ 10 അബ്വാബിൻ, അയൽപ്പക്കത്തല്ലാത്ത 10 വീടുകളിൽ പോയി മോഷണം നടത്തിയാൽ ഐസർ, അത് ലഘുവാണ്. മിൻ അൻ യസ്രിഖ മിൻ ജാരിഹി, അയൽപ്പക്കത്തെ ഭവനഭേദനം, അയൽപ്പക്കത്തെ വീട്ടിൽ മോഷണം നടത്തുന്നത് അയൽപ്പക്കത്തല്ലാത്ത വീടുകളിൽ പോയി മോഷണം നടത്തുന്നതിനേക്കാളും ഗൗരവതരമാണ്, 10 ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന്. എന്തിനത് പറഞ്ഞത്? അയൽപ്പക്ക ജീവിതം ആ രൂപത്തിലായിരിക്കണം. അപ്പോൾ ഒരാൾ 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നത്, തൻ്റെ അയൽവാസികളുമായി വ്യഭിചരിക്കുന്നത്, തൻ്റെ അയൽവാസിയായിട്ടുള്ള സ്ത്രീയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ, നിങ്ങൾ നോക്കൂ, ലഘുവായതാണ് എന്ന്. പുറത്തുള്ള 10 സ്ത്രീകളുമായി, അപ്പൊ അതിന്റെ ഗൗരവത്രയ. അപ്പൊ ഒരിക്കലും ധർമ്മച്യുതി, സദാചാര വിശുദ്ധി നഷ്ടപ്പെടാൻ പാടില്ലാത്ത വിധത്തിലുള്ള നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതും നന്മകൾ ചെയ്യേണ്ടതും, ഈ ഖുതുബയിൽ പറഞ്ഞ ഉപദ്രവങ്ങളും അനാശാസ്യങ്ങളും അതേപോലെ തന്നെ തോതിവാസങ്ങളും അധർമ്മങ്ങളും അക്രമങ്ങളും ഇല്ലാതിരിക്കുന്ന വിധത്തിലുള്ള ഒരു അയൽപ്പക്ക ബന്ധമാണ് എങ്കിൽ സാമൂഹികമായ സുരക്ഷിതത്വം ഭദ്രമായിരിക്കും. കാരണം എന്താ? ഓരോരുത്തരും ഓരോരുത്തരുടെയും അയൽവാസികളായിരിക്കും, ഓരോ വീടുകളും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാട്ടിൽ
ഒരു മഹല്ലിൽ, ഒരു വാർഡിൽ, ഒരു പഞ്ചായത്തിൽ, ഈ ഒരു മഹല്ലിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അയൽപ്പക്കങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. എല്ലാ അയൽപ്പക്ക ബന്ധങ്ങളും ഈ രൂപത്തിൽ കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അമാനത്തിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അയൽപ്പക്ക ജീവിതത്തിലെ നന്മ നിലനിർത്തി കഴിഞ്ഞാൽ അത് സാമൂഹികമായ ഭദ്രത ഉണ്ടാക്കി തീർക്കുമെന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിശ്വസ്തരും പുണ്യം ചെയ്യുന്നവരും പരോപകാരികളുമാകുന്ന അയൽവാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് സൽക്കർമ്മനിരതമായ ജീവിതം അവസാന ശ്വാസം വരെ നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈംഗിക അപച്യുതി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. പലവിധ വിവാദങ്ങളും വിഷയങ്ങളും ഇലക്ഷൻ തിരക്കുകൾക്കിടക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ ഓർത്തു വെക്കേണ്ട ഒരു ഹദീസും അതിൻ്റെ അനുബന്ധവും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന് ജാമ്യം നിൽക്കുകയാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യദ്മനു ലീ, ആരാണോ എനിക്ക് ജാമ്യം നൽകുന്നത്, മാ ബൈന ലിഹ്യൈഹി, രണ്ട് താടിയല്ലുകൾക്കിടക്കുള്ളതിനെയും, വമാ ബൈന റിജ്ലൈഹി, രണ്ട് തുടയല്ലുകൾക്കിടക്കുള്ളതിനെയും. അതാണ് ഹദീസിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ. ഇതിലെല്ലാം ഉണ്ട്. ഇന്നത്തെ കാലത്ത് കുടുംബത്തിലും സമൂഹത്തിലും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ജോലി സ്ഥലങ്ങളിലും എവിടൊക്കെ മനുഷ്യരുണ്ടോ, ആൺപെൺ സമ്പർക്കങ്ങളുണ്ടോ, അവിടേക്കെല്ലാം വിശുദ്ധിയുടെ, സദാചാര നന്മയുടെ, സംസ്കാരത്തിൻ്റെ തെളിമ നൽകുന്ന പ്രവാചക വചനം അതാണിത്. ആരാണോ എനിക്ക് രണ്ട് താടിയല്ലുകൾക്കിടക്കുള്ളത് അഥവാ നാവാണ്, രണ്ട് തുടയല്ലുകൾക്കിടക്കുള്ളത് ലൈംഗികതയാണ്, ഈ രണ്ട് കാര്യത്തിലും വിശുദ്ധി കൈവരിക്കും നിലനിർത്തും എന്ന് നിങ്ങൾ ഉറപ്പെനിക്ക് നൽകുമോ, ജാമ്യം നൽകുമോ എങ്കിൽ അദ്മനു ലഹുൽ ജന്ന, അവനക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കുകയാണ്. നാവ് കൊണ്ട് നരകം വാങ്ങുന്നവർ, ലൈംഗിക അധപ്പതനം കൊണ്ട് നരകം വാങ്ങേണ്ടി വരുന്നവർ, അല്ലേ? അതേ അവസരത്തിൽ ഒരു വിശ്വാസി മൻ ഹഫിള ഫർജഹു ദഖലൽ ജന്ന, ലൈംഗികത കാത്തു സൂക്ഷിച്ചവന് അള്ളാഹു സ്വർഗം നൽകുന്നതാണ് എന്ന് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ വിശ്വാസികൾ എന്ന അധ്യായത്തിൽ വിശ്വാസികളുടെ വിശേഷണങ്ങൾ വിശകലനം ചെയ്യുന്നിടത്ത് ഒരു വിശേഷണം ഇതാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തീർച്ചയായും അവരുടെ ലൈംഗികതയെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന്. അപ്പൊ ലൈംഗികത, സദാചാര വിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രകൃതിക്കിണങ്ങുന്ന ആൺപെൺ പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ആകർഷിക്കപ്പെടുന്നത് പോലെ ആകർഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആ സമയത്ത് എന്താണ് നിർവഹിക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, യുവ സമൂഹമേ എന്ന ആഹ്വാനത്തിലൂടെ, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ ശാരീരികമായും സാമ്പത്തികവുമായിട്ടുള്ള ബാഅത്ത് നീ എത്തിക്കഴിഞ്ഞാൽ, സൗകര്യം എത്തിക്കഴിഞ്ഞാൽ, ഫൽയതസവ്വജ്, അവൻ കല്യാണം കഴിച്ചു കൊള്ളട്ടെ എന്നാണ്. അവൻ കല്യാണം കഴിച്ചു കൊള്ളട്ടെ, ഇണജീവിതത്തിലേക്ക് പോകണം. അല്ലേ? ഇന്നിൻ്റെ ലോകത്തിന് ഇതെന്തു പറ്റി? ഇഷ്ടങ്ങളൊക്കെയും തീർന്നു പോയോ? ഇരതേടി അലയുന്ന മർത്യരെല്ലാം ഇണകളെ കാണാൻ മറന്നുപോയോ? ഇണജീവിതത്തിലേക്ക് കടക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫൽയതസവ്വജ്, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കട്ടെ. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, അത് കണ്ണിനെ താഴ്ത്താൻ കഴിയും. വഅഹ്സനുൽ ഫർജ്, അത് ധാർമ്മിക സദാചാര ലൈംഗിക വിശുദ്ധി ഉറപ്പുവരുത്താനും അതുവഴി സാധിക്കുമെന്നാണ്. അപ്പൊ ഇതാണ് സദാചാര വിശുദ്ധിയുടെ നന്മയാർന്ന വഴി എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യുവ സമൂഹം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ കൺസെപ്റ്റ് അവസാനം എത്തിപ്പെടാൻ സാധ്യതയുള്ള
അനാശാസ്യങ്ങൾ, അധർമ്മങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം. പുതിയ കാല വിവാദങ്ങൾക്കിടയ്ക്ക് ഇസ്ലാമിക ഉമ്മത്ത് ഈ വിഷയത്തിൽ എത്രത്തോളം കണിശത കാണിക്കണമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ധാർമ്മിക സദാചാര വിശുദ്ധി നഷ്ടപ്പെടാതെ ഇസ്ലാമിക ജീവിതം മുന്നോട്ട് നയിക്കണം, മാതൃകയായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തിന് നീ കൂടുതൽ ചൈതന്യം പ്രദാനം ചെയ്യണമേ നാഥ. നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ, ഇസ്ലാമികമായ അനുഷ്ഠാന മുറകളെ, എല്ലാ കർമ്മങ്ങൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. അള്ളാഹുവെ, എല്ലാ തരത്തിലുമുള്ള അധർമ്മങ്ങളിൽ നിന്ന്, ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ആഭാസ അശ്ലീലതകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ആദർശ വിശുദ്ധിയുടെ തഖ്വയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നീക്കാനും നയിക്കാനും ഞങ്ങൾക്ക് നീ പ്രാപ്തി നൽകണമേ നാഥ. അള്ളാഹുവെ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, മരണപ്പെട്ടവർ പീഡിത ജനവിഭാഗങ്ങളിൽ, പലസ്തീനിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവെ, അവർക്ക് നീ അതിജീവനവും കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്തും പ്രദാനം ചെയ്യണമേ നാഥ. ആ മണ്ണിൽ നീ സ്ഥായിയായിട്ടുള്ള സമാധാനവും സഹവർത്തനവും നീ കൊണ്ടുവന്ന് നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതെല്ലാം ഇസ്ലാമിക ഉമ്മത്തിന് തലമുറക്ക് സമാധാനം ആഗ്രഹിക്കുന്ന പൗരർക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന, സഹവർത്തനം നൽകുന്ന, സാഹോദര്യം നൽകുന്നിടത്തേക്ക് ആ കാര്യങ്ങളെ നീ എത്തിക്കണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള അന്യായങ്ങളിൽ നിന്ന്, അരികവൽക്കരണങ്ങളിൽ നിന്ന്, അടിച്ചമർത്തലുകളിൽ നിന്ന് അള്ളാഹുവെ നീ സംരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, മരിക്കുന്നത് വരെ സർവ്വബന്ധങ്ങളെയും വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനും, വിശിഷ്യ അയൽപ്പക്ക ബന്ധങ്ങളിൽ നന്മയുടെയും വിശ്വസ്തതയുടെയും ധർമ്മത്തിന്റെയും പരോപകാരത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങൾ രോഗികളായ ആളുകൾ അവർക്ക് നീ ശമനം നൽകണമേ റബ്ബേ. മരണപ്പെട്ട മാതാപിതാക്കൾ മഗ്ഫിറത്ത് നൽകണമേ നാഥ. ഈ മസ്ജിദിന്റെ നവീകരണവുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ സഫലമാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടവും ഹലാലായ വഴിക്കുള്ള അധ്വാനവും നീ കൂടുതൽ ഖൈറും ബറക്കത്തുമുള്ളതാക്കി തീർക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.